ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. ഇന്ന് ചെറിയൊരു വ്ളോഗാണ്. ബറാത്തിൻ്റെ അന്ന് ഉണ്ടാക്കിയ റെസിപ്പീസിനൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വ്ളോഗാണ്. എല്ലാവരും കണ്ടു നോക്കുക. രാത്രി ഡിന്നർ ഉണ്ടാക്കുന്നത് ബീഫ് കറിയാണ്. അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ്. ഉമ്മയുടെ റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം സവാള ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒന്ന് വഴന്ന ശേഷം പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ട് ചെറുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും വലിയ ജീരകം ഒക്കെ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. സവാള നന്നായി വഴറ്റിയ ശേഷം ഇതൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ട പൊടികൾ ഇട്ട് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക്. ചില പൊടികളുടെ സീനുകളൊക്കെ മിസ്സായി പോയി. പിന്നെ ഉപ്പ് ആവശ്യത്തിനുള്ളത് ഉള്ളി വഴറ്റുമ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇതൊക്കെ വഴറ്റിയ ശേഷം തക്കാളിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. തക്കാളി നല്ല സോഫ്റ്റായി വന്നാൽ മസാലയൊക്കെ റെഡിയായി. പിന്നെ കറി കുക്കറിലാണ് വെക്കുന്നത്. അപ്പോൾ ബീഫും ഉണ്ടാക്കിയ മസാലയും കുറച്ച് കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. സ്നാക്ക് ഐറ്റംസ് ആയിട്ട് ബജി ഉണ്ടാക്കുന്നുണ്ട്. അതായത് ക്യാബേജും സബോളയൊക്കെ ഇട്ടുള്ളൊരു ബജിയാണ്. സാധാരണ ഉള്ളി ബജി ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇഞ്ചിയും അതുപോലെ കറിവേപ്പില, പച്ചമുളകും ഒക്കെ ഇട്ട് മിക്സാക്കി എടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി എടുക്കുകയാണ്. ഉപ്പായുടെ റെസിപ്പിയാണ്. ഉപ്പാണ് അതൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെ നന്നായി തിരുമ്മി എടുക്കുമ്പോൾ അതിന് തന്നെ കുറച്ച് നനവ് വരും. അതുകൊണ്ട് വേറെ വെള്ളവും ചേർക്കണില്ല. എന്നിട്ടൊന്ന് സോഫ്റ്റ് ആവണം. വെള്ളം ചേർത്താൽ അതിൻ്റെ ക്രിസ്പിനെസ് നഷ്ടപ്പെടും. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് മൈദയും കടലമാവും കൂടെ മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊക്കെ നന്നായിട്ടൊന്ന് ബൈൻഡ് ആവുന്ന വരെ ഒന്ന് മാത്രം പൊടികൾ ഇട്ട് കൊടുത്താൽ മതിയാവും. നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കുക. എന്നിട്ട് ഇത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുക. ഷേപ്പൊന്നും ആക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് നുള്ളി എടുത്ത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അടുത്ത സ്നാക്കായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ബോണ്ടയാണ്. അതിലേക്ക് ആവശ്യമായ ഉരുളൻകിഴങ്ങൊക്കെ വേവിച്ചിട്ട് സ്മാഷർ വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് മസാല വേണം. അതിനായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും സബോള, പച്ചമുളക്, കറിവേപ്പിലൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഗരം മസാലയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് മിക്സാക്കിയിട്ട് ഈ വേവിച്ച് വെച്ച ഉരുളൻകിഴങ്ങിലിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുകയാണ്. ഇനി ഇതൊക്കെ ഒന്ന് ബോൾസാക്കി വെക്കുക. ഇതിനു വേണ്ടി മാവ് തയ്യാറാക്കാനായിട്ട് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് കട്ടിയിലൊന്ന് മിക്സാക്കി എടുക്കുകയാണ്.
അങ്ങനെ ഉരുളൻകിഴങ്ങിൻ്റെ ബോൾസൊക്കെ മൈദയിൽ മിക്സാക്കി പൊരിച്ചെടുക്കുകയാണ്. ബോണ്ട് റെഡി ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് കായ ബജിയും കൂടെ പൊരിക്കുന്നുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി ആയതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. ആ റെസിപ്പി വേണ്ടവർക്ക് കമൻറ്റ് ചെയ്യുക, ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ്. പിന്നെ ബീഫ് കറിക്ക് കോമ്പിനേഷനായിട്ട് ഉണ്ടാക്കുന്നത് നെയ്ച്ചോറാണ്. അതായത് തേങ്ങാപ്പാലാണ് ഇത് ഉണ്ടാക്കുന്നത്. അതിന് ചില സ്ഥലത്ത് തേങ്ങാച്ചോറെന്ന് പറയുന്നത് തോന്നുന്നു, അറിയില്ല. ഇത് മലേഷ്യയിലൊക്കെ കോമൺ ആണ്. എൻ്റെ ഉപ്പ മലേഷ്യയിലായ കാരണം അവിടെ നിന്ന് കിട്ടിയ റെസിപ്പിയാണ്. ഉപ്പക്ക് നല്ല ഇഷ്ടമാണ്. അങ്ങനെ തേങ്ങാപ്പാൽ ഉണ്ടാക്കിയൊരു ചോറാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം തേങ്ങാപ്പാൽ എത്ര അരിയാണ് കൊടുക്കുന്നത് അതിനനുസരിച്ച് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് പട്ട, കരാമ്പു, ഏലക്കായ ഒക്കെ ഇട്ടെടുത്തിട്ടുണ്ട്. ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. തിളച്ച് വന്നാൽ അതിലേക്ക് വെള്ളത്തിൽ കുതിർത്ത് വെച്ച് അരി ഇട്ട് കൊടുക്കുക. നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന അതേ ഇതിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്, വ്യത്യാസമൊന്നുമില്ല. 6 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതിന് 4 തേങ്ങയുടെ പാലെടുത്തിട്ടുണ്ട്. അങ്ങനെ ചോറ് ഒരുവിധം റെഡി വന്നിട്ടുണ്ട്. സാധാരണ നെയ്ച്ചോറിൻ്റെ പോലെ അല്ലല്ലോ, തേങ്ങാപ്പാൽ വെക്കുമ്പോൾ അതിൻ്റേതായ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. പ്രത്യേകിച്ച് ബീഫ് കറിയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക. ഇതിൽ നെയ്യൊന്നും ചേർക്കണില്ല, അതാണ് ഇതിൻ്റെ പ്രത്യേകത. ആ തേങ്ങാപ്പാലിൽ നിന്ന് വരുന്ന ആ ഒരു നെയ്യ് തന്നെ ഇതിന് മതിയാവും. ചോറ് റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബീഫ് കറിയും അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാക്കി വെച്ചതെല്ലാം ടേബിളിൽ സെർവ് ചെയ്തിട്ടുണ്ട്. ജ്യൂസ് ഐറ്റംസ് ആയിട്ട് മാങ്ങയാണ് ജ്യൂസ് അടിച്ചിട്ടുള്ളത്. അതുപോലെ തണ്ണിമത്തനും അടിച്ചിട്ടുണ്ട്. അതിന് ബാങ്ക് കൊടുത്തപ്പോൾ എല്ലാവരും നോമ്പ് തുറന്നു. എല്ലാവരുടെ ഓത്തും ഇശാനസ്കാരമൊക്കെ കഴിഞ്ഞ ശേഷം ഭക്ഷണം കഴിക്കാനായിട്ടിരുന്നു. ചോറും കറിയും സൂപ്പറായിരുന്നു കേട്ടോ. ആ തേങ്ങാപ്പാലിൻ്റെ ഫ്ലേവറും ബീഫും നല്ലൊരു കോമ്പിനേഷനായിരുന്നു. എല്ലാവരും മറക്കാണ്ട് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ കമൻറ്റ്സ് ഇടുക, ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക.